ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് വീണ്ടും സ്വാഗതം. ഇന്ന് ഞങ്ങൾ ഇവിടുന്ന് ഷെറട്ടൺ ചെക്കൗട്ട് ചെയ്തിട്ട് ഞാൻ പറഞ്ഞല്ലോ എയർപോർട്ടിൻ്റെ അടുത്തുള്ളൊരു ഹോട്ടലിലോട്ട് പോയിട്ട് നമ്മൾ നാളെ വെളുപ്പിനെ തിരിച്ചു പോകും. അപ്പോൾ അതിന് മുമ്പ് ഞങ്ങൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ലുലുവിലൊന്ന് പോകാമെന്ന് വെച്ചു. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ലുലുവിൽ പോകാനായിട്ട് ഇറങ്ങി ആദ്യം പാർക്കിംഗ് ചെയ്തിട്ട് ആദ്യം ഫ്രണ്ടിൽ കണ്ടാൽ ഒരു പെറ്റ് കെയർ. അപ്പം നമ്മുടെ ലിയോയ്ക്ക് ഒരു ടോയ് വാങ്ങിക്കാമെന്ന് വെച്ചാൽ അതിനകത്ത് കയറി കേട്ടോ. അവിടെ നിന്ന് നമ്മളിങ്ങനെ കുറേയൊക്കെ നോക്കി. കൂടുതലും അവിടെ നമ്മുടെ പൂച്ചകൾക്കുള്ള പെറ്റ്സിനുള്ള ടോയ്സാണ് ഉള്ളത്. എന്നാലും പിന്നെ അവൻ അവിടെ നിന്നൊരു ബോൾ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് ഞാൻ വെസ്റ്റ് സൈഡിലൊന്ന് കയറി. വെസ്റ്റ് സൈഡിൽ കയറിയപ്പം നമ്മുടെ ഇവിടെ വെസ്റ്റ് സൈഡ് ഉണ്ടെങ്കിലും അവിടുത്തെയും ഇവിടത്തെയും വെസ്റ്റ് സൈഡിൻ്റെ കളക്ഷൻസിൽ വ്യത്യാസമുണ്ട് കേട്ടോ, നല്ല വ്യത്യാസമുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ പ്ലാസ്റ്റിക്കിൻ്റെ ചെടി വെക്കുന്ന ചട്ടി ഇതിനകത്ത് വെച്ചിട്ട് നല്ല രസമുണ്ട്. അത് ഞാൻ കണ്ടു ഇങ്ങനെ. പക്ഷെ നമുക്കിങ്ങനെ എല്ലാം കൊണ്ടുപോകാനായിട്ട് ലഗേജിൻ്റെ പ്രോബ്ലം ഉള്ളതുകൊണ്ട് എല്ലാം ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല. ഞാൻ അവിടുത്തെ വെസ്റ്റ് സൈഡ് കമ്പയർ ചെയ്യുകയാണെങ്കിൽ അവിടുത്തെ വെസ്റ്റ് സൈഡിലെ നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഡ്രസ്സസും ടോപ്സും ഒക്കെ കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു ഇവിടുത്തെ കുറച്ച് നമ്മുടെ കേരള ടച്ചും കൂടെ ഉണ്ട് ഇതിനകത്ത്. കാരണം ആൾക്കാരുടെ പ്രിഫറൻസ് അനുസരിച്ചായിരിക്കുമല്ലോ. അങ്ങനെ കുറച്ച് വ്യത്യാസമാണ്. ഇത് നല്ല വലിയ ഷോറൂം തന്നെയാണ്, അവിടുത്തെ നല്ലതാണ്. പക്ഷെ എനിക്ക് കുറച്ചും കൂടെ ഡ്രസ്സ് എൻ്റെ അഭിപ്രായമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. എനിക്ക് അവിടുത്തെ നോർത്ത് ഇന്ത്യയിലെ വെസ്റ്റ് സൈഡിലെയാണ്. അവിടെ ഉണ്ടല്ലോ ലുലു ഉണ്ട് ലക്നൗവിൽ. അങ്ങനെ അതോ ഇനിയിപ്പോൾ ഈ സമയത്തെ കളക്ഷൻ കുറവാണോ എന്നറിയത്തില്ല. എനിക്ക് അങ്ങനെ കാര്യമായിട്ടൊന്നും ഇഷ്ടപ്പെട്ടില്ല. ഞാൻ പിന്നെ രാജേഷേട്ടൻ 2 പ്രിൻറ്റഡ് ഷർട്ട്സ് കണ്ടെടുത്തു. ഞാനൊരു സ്കേർട്ട് എടുത്തു. അതൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ ഇതിനകത്ത്. ഞാൻ പിന്നെ അവിടെ ചെന്നിട്ട് കാണിക്കാം. ഒരു റാപ്പ് റൗണ്ട് പോലത്തെ ഒരു ജീൻസിൻ്റെ ഒരു സ്കേർട്ട് മാത്രമേ എടുത്തുള്ളൂ. പിന്നെ 2 ഷർട്ട് എടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. എനിക്കിവിടെ ലുലു വന്നിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് നീൽക്കമലിൻ്റെ ഒരു വലിയൊരു ഷോറൂം കേട്ടോ. അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ അവിടെ ഒന്നുമില്ല, നമ്മളവിടെ നിന്ന് ഹോം സെൻറ്റർ ആണല്ലോ ഉള്ളത്. ഹോം സെൻറ്ററിൽ നിന്ന് നമ്മളിങ്ങനെ ഡെക്കറേറ്റീവ് സാധനങ്ങൾ വാങ്ങിക്കും, നല്ല കോസ്റ്റ്ലിയാണ്. അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇവിടുത്തെ സാധനങ്ങളെല്ലാം എനിക്ക് അത്യാവശ്യം ക്വാളിറ്റി ഉള്ളതായിട്ടും തോന്നി. നല്ല സെലക്ഷൻ, ഇഷ്ടം പോലെ നമുക്ക് വീട്ടിലോട്ട് വാങ്ങിക്കാൻ പറ്റുന്ന സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പം ഞാൻ അവരുടെ അടുത്ത് കൊറിയർ ചോദിച്ചപ്പോൾ അവർ കൊറിയർ ചെയ്യത്തില്ല. അവർ നീൽക്കമലിൻ്റെ ഓൺലൈൻ സൈറ്റിൽ പോയാൽ മതി, എല്ലാ സാധനങ്ങളും കിട്ടുമെന്ന് പറഞ്ഞു കേട്ടോ. പക്ഷേ അറിയാൻ വയ്യാത്തവർക്കായിട്ട് പറയുക കേട്ടോ, നമ്മുടെ വീട്ടിൽ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റിയ എല്ലാ സാധനങ്ങളും ഒരു റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ അവിടെ ഉണ്ട്. വിസിറ്റ് ചെയ്യാത്തൊരു കൊച്ചിയിലുള്ളവരോ കോട്ടയത്തുള്ളവരൊക്കെ ആണെങ്കിൽ നേരിട്ട് സ്റ്റോർ വിസിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ ഷോപ്പ് ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. ഞാൻ നോക്കിയില്ല. പക്ഷേ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അവിടെ നിന്ന് എനിക്ക് ഇറങ്ങിയിട്ട് അതിൻ്റെ തൊട്ടടുത്ത് ബെനറ്റണിൽ പോകണമായിരുന്നു. അപ്പോൾ ബെനറ്റണിൽ പോയപ്പം ബൈ 2 get 2 ആണ്. അപ്പോൾ അവിടെ നിന്ന് കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിച്ചു. പക്ഷെ അവിടെ ഞാൻ രാജേഷനെ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ തന്നെ ഞാൻ പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഇത് അറ്റ് ഹോം. അപ്പം ഞാൻ പിന്നെയും അവിടോട്ട് തന്നെ പോയി, ഈ നീൽക്കമലിൻ്റെ സ്റ്റോറിലോട്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ നമുക്ക് അങ്ങ് എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം പോലെ സാധനങ്ങളുണ്ട്. ഞങ്ങൾ ഇതാണ് കേട്ടോ സ്റ്റോറ്, അറ്റ് ഹോം എന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ഫ്ലോറിലാണ്. അപ്പം കാരണം നമ്മൾ ദീപാവലിയുടെ സമയത്തൊക്കെ ഇങ്ങനെ ഹോം ഡെക്കറേഷൻ കുറേ സാധനങ്ങൾ വാങ്ങിക്കും. അപ്പോൾ ഈ ഹോം സെൻറ്ററിലൊക്കെ ഭയങ്കര പ്രൈസിയാണ് കേട്ടോ സാധനങ്ങൾ. അപ്പോൾ അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ഇവിടെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ റീസണബിൾ ആയിട്ടുള്ള പ്രൈസിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഏതൊക്കെ വാങ്ങിക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ. ഫ്ലവേഴ്സും പോട്ട്സും ഡെക്കറേറ്റീവ് ഐറ്റംസും ക്രോക്കറി എന്ന് വേണ്ട എല്ലാ സംഗതികളും ഉണ്ട് കേട്ടോ. ഞാനിതൊരു പ്രൊമോഷനൊന്നും അല്ല കേട്ടോ, പക്ഷേ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരോടും ഒന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചു. പോകാത്തവരൊന്ന് പോയി നോക്കണം, നമുക്ക് എന്തായാലും നിരാശപ്പെടേണ്ടി വരത്തില്ല കേട്ടോ. അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ അവിടെ കുറേ നേരം ഇങ്ങനെ കറങ്ങി നടന്നു, ഒന്നും വാങ്ങിച്ചില്ല. ഒരു ഡ്രൈ ഫ്ലവേഴ്സ് ഉണ്ടല്ലോ പോട്ട്പൂരി, അത് സ്മെല്ല് ചെയ്യുന്നത്, അത് മാത്രം ഞാനൊരു പാക്കറ്റ് വാങ്ങിച്ചുള്ളൂ. പിന്നെ ഞാനടുത്ത് ഇവരുടെ ഓൺലൈൻ സ്റ്റോർ വിസിറ്റ് ചെയ്യാൻ, എന്നിട്ട് നോക്കാം എന്തൊക്കെയുണ്ടെന്ന് നോക്കാമെന്ന് വെച്ച് അവിടെ ഞാൻ മനസ്സില്ലാ മനസ്സോടെ ഇറങ്ങി തിരിച്ചു പോകുന്നു കേട്ടോ. എന്നിട്ട് ഞങ്ങൾ പിന്നെ അവിടുന്ന് ഫുഡ് കോർട്ടിൽ പോയപ്പോൾ ഭയങ്കര റഷ്, ഉച്ച സമയമല്ലേ, അപ്പോൾ നല്ല റഷായിരുന്നു. അപ്പോൾ എനിക്ക് പാരഗൺ പിന്നെയും സൽക്കാരം കണ്ടപ്പോൾ വേണ്ട, ഇനി ഒരു പാരഗണിൻ്റെ എക്സ്പീരിയൻസ് കൊള്ളത്തില്ലോ എന്ന് വെച്ചാൽ പാരഗണിൽ കയറിയില്ല. പിന്നെ ഞങ്ങൾ അവിടുന്ന് മറ്റേ നില റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ ഒരു എന്തോ തലശ്ശേരി ദം ബിരിയാണി അത് വാങ്ങിച്ചു. രാജേഷേട്ടൻ മീൽസ് തന്നെ വാങ്ങിച്ചു, അതൊക്കെ കഴിച്ചു. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങി.
ബിരിയാണി കുഴപ്പമില്ലായിരുന്നു കേട്ടോ, നല്ലതായിരുന്നു. ബിരിയാണി നല്ലതായിരുന്നു, ഊണും നല്ലതായിരുന്നു, കുഴപ്പമൊന്നുമില്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഫുഡ് കോർട്ടിൽ നമ്മൾ കഴിക്കുമ്പോൾ അത്ര അത് വരത്തില്ലല്ലോ. അവിടെ നമ്മൾ പാർക്കിങ്ങിൽ വന്നു. എനിക്ക് നാട്ടിൽ പോയിട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ കാര്യം എന്താ പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഭയങ്കര പൊടിയായതുകൊണ്ട് വണ്ടിയെല്ലാം ഒരു പൊടി പിടിച്ച പോലെ ഇരിക്കും എത്ര നമ്മൾ കഴുകിയിട്ട് റോഡിലോട്ട് ഇറങ്ങുമ്പോഴും. പിന്നെ അതുപോലെ തന്നെ ട്രാഫിക്കിൻ്റെ റൂൾസ് ഇത്ര പാലിക്കാത്ത ആൾക്കാരും പിന്നെ ഓട്ടോറിക്ഷക്കാരും അതൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി എവിടുന്നെങ്കിലുമൊക്കെ തട്ടിയും മുട്ടിയും എല്ലാ പുതിയ വണ്ടികളും ചളുങ്ങിയും ഒക്കെ ഇരിക്കും. നാട്ടിൽ വന്നിട്ട് നമ്മുടെ വണ്ടികൾ കണ്ടിട്ട് കേട്ടോ ഭയങ്കര തന്നെ ഷോറൂമിൽ കയറിയ പ്രതീതിയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ കടവന്ത്രയിലുള്ള റിലേറ്റീവിൻ്റെ അടുത്ത് പോകണമെന്ന് പറഞ്ഞാൽ അവിടെ കയറി. അപ്പോൾ അതിൻ്റെ തൊട്ട് മുന്നിലൊരു അങ്ങാടി ഗ്രീൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ നമ്മൾ അപ്പോൾ ഫ്രഷ് ഫ്രൂട്ട്സും വെജിറ്റബിൾസും എല്ലാം ഫ്രഷ്. അവർക്ക് ഭയങ്കര വലിയ പാർക്കിങ്ങും ഉണ്ട് കേട്ടോ. അവിടെ നിന്ന് കയറി ഞങ്ങൾ ഫ്രൂട്ട്സും എന്തൊക്കെ ബേക്കറി സാധനങ്ങളും ഐസ്ക്രീം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ കടവന്ത്രമുള്ള ആ റിലേറ്റീവിൻ്റെ വീട്ടിലോട്ട് അവിടെ ചെന്ന് അവരെ നമ്മൾ ലൊക്കേഷൻ ചോദിച്ചപ്പോഴാണ് അറിയുന്നത് മമ്മൂട്ടിയുടെ വീടിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് അവർ താമസിക്കുന്നത്. അപ്പം നമുക്കതറിയാൻ പാടില്ല. നമ്മൾ ഗൂഗിൾ ചെയ്ത് വന്ന് പിന്നെ അവരെ വിളിച്ച് അങ്ങനെ നമ്മളവിടെ എത്തി. അങ്ങനെ ഞങ്ങൾ മമ്മൂട്ടിയുടെ വീട് ഉണ്ട് കേട്ടോ, മമ്മൂട്ടിയുടെ കടവന്ത്രയിലുള്ള വീട്. ഇപ്പോൾ അവരവിടെ താമസിക്കുന്നില്ല. അപ്പോൾ ഇതാണ് കേട്ടോ മമ്മൂട്ടിയുടെ കടവന്ത്രയിലുള്ള വീട്, സുരഭി എന്നാണ് കേട്ടോ വീട്ടുപേര്. അപ്പോൾ അങ്ങനെ മമ്മൂട്ടിയുടെ വീട്ട് കണ്ടു. ഇത്ര ഉള്ള കേട്ടോ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ലക്ഷ്മി.